Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ്, ആൻഡ് മെയിൻലി വരാൻ പോകുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഈ 3 ഗ്രൂപ്പിൽ ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ഏത് കളർ ആയിരിക്കാം, ഏതിനോടാണോ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, സെലക്ടഡ്. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജെൻഡറിക് റീഡിംഗ് ആണ്. ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാതെ കാര്യങ്ങൾ വിട്ടേക്കാം. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1, what is next in your life? And എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, സെപ്പറേഷൻ. ഓൾറൈറ്റ്, സോ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പല സിറ്റുവേഷനിൽ, പല കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന്, ചില സിറ്റുവേഷന്, അത് മേ ബി നിങ്ങളുടെ ഒരു ഹാബിറ്റ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്ന, വിട്ടു നിൽക്കുന്ന ചില സിറ്റുവേഷൻസ്, എസ്പെഷ്യലി നിങ്ങൾക്ക് അതിന്നൊക്കെ സെപ്പറേറ്റ് ആവാൻ പറ്റുന്ന, മെയിൻ ആയിട്ട് നിങ്ങളുടെ ചില ടോക്സിക് ആയിട്ടുള്ള ഫീലിങ്സ്, അഡിക്ഷൻസ് ആയിരിക്കാം, ഹാബിറ്റ്സ് ആയിരിക്കാം, ചില സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാം ആയിട്ടുള്ള സിറ്റുവേഷനും ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്നത് ഇമോഷണലി ആയിരിക്കാം. സോ ചില പ്ലേസ് നിന്ന് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഫിസിക്കലി മാറി നിൽക്കാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സെപ്പറേഷൻ ചില സിറ്റുവേഷനോട്, ചില ആളുകളോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് കൂടിയാണ്. ഓക്കെ, ഒരു ബ്രേക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഇമോഷണലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ശരിക്കും ഒരു സെപ്പറേഷൻ ഈ ഒരു സമയത്ത് ആവശ്യമുണ്ട്. ഒരു ബ്രേക്ക് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഇതാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഫിസിക്കലി തന്നെ മാറി നിൽക്കുക, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക, സെപ്പറേറ്റ് ആവുക. ഓർ നിങ്ങളുടെ ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും കാര്യം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഇതിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ നിങ്ങളായിട്ട് എടുക്കേണ്ട പ്ലേസ് ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ഒരു ബ്രേക്ക് എടുക്കാൻ വില്ലിങ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒരുപാട് സംസാരിച്ചിട്ട് ഒരുപാട് ബഹളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, നമ്പർ 1, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, എന്തെങ്കിലും സെപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. മേ ബി നിങ്ങൾക്ക് അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല, ഓർ മേ ബി ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, what is next in your life? Group number 1, what is next in your life? Group number 1, what major changes and blessings are coming for you? Group number 1, what is next in your life? So definitely group number 1, take a break. Okay, കാരണം നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരുപാട് ടയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് റഷ് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാം. കാരണം മേ ബി ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുക. അത് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നതും ആയിരിക്കാം, നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ, ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഈ ഒരു സമയത്ത് നിൽക്കാതിരിക്കുക. ഓക്കെ, കാരണം മെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ മേ ബി നമ്മുടെ ഒരു ആങ്കർ ആയിരിക്കാം, ഓൾറൈറ്റ്, ഓർ നമ്മളുടെ തന്നെ ചില ഹാബിറ്റ്സ് ആയിരിക്കാം, നമ്മളുടെ തന്നെ ഒരു ഡാർക്ക് സൈഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ അത്
നിങ്ങൾക്ക് ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു രണ്ട് കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഈ ഒരു സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടുള്ള പാതയിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ തോട്ട്സ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ തോട്ട്സ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വലിയൊരു മേ ബി നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല കാര്യങ്ങൾ. ഓക്കെ, സോ എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ സ്വയം എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഹേർട്ട് ആവുന്നതായിരിക്കാം. മേ ബി ആളുകൾ നിങ്ങളെ പറ്റിയിട്ട് അങ്ങനെ ചിന്തിച്ചു പോലും ആയിരിക്കണം എന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ആളുകളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, ചിലത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ലൈക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷൻസിന്റെ മേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷന്റെ മേലോ നിങ്ങൾ സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഒരു വിക്ടിം ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കുക, പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കുക. എസ്പെഷ്യലി ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു സമയം ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുക്കാതിരിക്കുക, എസ്പെഷ്യലി സംസാരത്തിൽ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാം ആവുന്നുണ്ട്, കുറച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരും എന്നുള്ളത്. സോ നിങ്ങളായിട്ട് ചില ബ്രേക്ക് ഒക്കെ എടുക്കാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എത്ര ഒരു കയോറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന്, നിങ്ങൾ എത്ര ഒരു പ്രഷർ കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷന് ഫൈനലി എങ്ങനെയൊക്കെയോ നിങ്ങൾ മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നല്ലൊരു മാറ്റമാണ്. ഗ്രൂപ്പ് നമ്പർ 1. Let's see what major blessings are coming for you. So like നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾക്ക് ആളുകൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളുടെ ഒരു റൊമാൻസ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏത് വ്യക്തിയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, സോ അവരായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് മെന്റൽ പ്രഷർ ഈ ഒരു സിറ്റുവേഷൻസ് തരുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ളതായിരിക്കാം. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആവുന്നതുകൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ എനർജി നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി ആളുകളുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, അത് നിങ്ങൾ അലോ ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. സോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് വലിയൊരു ശ്രദ്ധ കൊടുക്കാതിരിക്കാം. ഓക്കെ, സോ വലിയ രീതിയിൽ ചില കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യാതിരിക്കാം. കാരണം അഗൈൻ ലൈക്ക് ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്, അത് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രയാങ്കിൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഓർ നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്ലേസിലാണ്, നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ആവശ്യമില്ല എന്ന് തോന്നുന്ന പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഇൻ കേസ് ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റ് നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക്, എസ്പെഷ്യലി വരുന്ന സമയത്തേക്ക് നിങ്ങൾ അത് വലിയ രീതിയിൽ എന്റർടൈൻ ചെയ്യാതിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രഷർ തരുന്ന ഒരു കാര്യമാണെന്നുള്ളത്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്, അല്ലെ? സോ കുറച്ച് സമയത്തേക്ക്, അറ്റ്ലീസ്റ്റ് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ആ ഒരു കാര്യം, ആ ഒരു വ്യക്തിയായിരിക്കാം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വലിയ രീതിയിൽ എൻകറേജ് ചെയ്യാതിരിക്കാം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു എനർജി പ്രൊട്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അഡിക്ഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റ്, നിങ്ങൾ ആരായിട്ടാണോ സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്, സോ ലൈക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഓർ മേ ബി ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ഹാബിറ്റ് ആണ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, സോ ചിലത് നിങ്ങൾ മാറ്റി വെക്കണം, ചിലത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻഡ് ആവുന്നുണ്ട്. അഗെയിൻ ഇറ്റ്സ് ലൈക്ക് യുനോ കൺഫർമേഷൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലൈക്ക് നാച്ചുറലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട് ചില പ്ലേസിന്ന്, ചില സിറ്റുവേഷന്. ഓക്കെ, ഓർ മേ ബി ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ മാരേജ് ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഈവൻ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന ചില കാര്യങ്ങളിൽ
ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില ഇമോഷണൽ വിഡ്രോവൽ അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ചില ആളുകൾക്ക് അത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു നിമിഷം വരെ നിങ്ങൾക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്കത് ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അത്ര ഒരു വലിയൊരു ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസ് കുറയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കണക്ട് ആവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരാനുള്ള മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ ആക്ഷൻസും എടുക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ ഫിസിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തേക്ക് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ വലിയൊരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കാതിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ മാരേജ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ അത് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്ന് ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുമായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ഈവൻ നിങ്ങളൊരു പ്ലേസിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിലും, ഈവൻ ആ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ സ്ലോലി ഓൾറെഡി നിങ്ങൾ ഇമോഷണലി വിഡ്രോ ആയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ആക്ച്വലി പല പ്ലേസിലും അവൈലബിൾ ആയിട്ട് നിന്നിട്ടുള്ള പോലെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കില്ല. സോ ചില ആളുകൾക്ക് നിങ്ങൾ ആക്ച്വലി റീകണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും അതേ ഒരു പഴയൊരു ചാപ്റ്ററിലേക്ക് തന്നെ പോവാൻ നിങ്ങളും സമ്മതിക്കാതിരിക്കുക. ഓക്കെ, സോ അതുപോലത്തെ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും നിങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. ആൻഡ് വെരി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ മേ ബി എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഓക്കെ, എന്തെങ്കിലും യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആളുകളായിരിക്കാം, ഓർ മാരേജിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ കാരണം നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു ജേർണി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു യാത്രയ്ക്ക് മുന്നേ ഉള്ള ഒരു ലൈക്ക് കൂളിംഗ് ടൈം അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ടൈം ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയം കാണുക. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തോ കാര്യത്തിലേക്ക് വരണം എന്നുള്ളത്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി, ഒരു കാർമിക് പാറ്റേൺ എന്താക്കി പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, what is next in your life? Alright, ഗ്രൂപ്പ് നമ്പർ 1, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. സി, നിങ്ങളുടെ ഒരു ഡാർക്ക് വേർഷനും നിങ്ങളുടെ ഒരു നല്ലൊരു വേർഷനും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കത് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ പല കാര്യങ്ങളും ഇമോഷണലി അല്ല വരുന്ന സമയത്ത് എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട് ഈ ഒരു ബിഹേവിയർ കാരണം, അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഇമോഷണലി കാര്യങ്ങൾ എടുക്കാതെ വരുന്ന സമയത്ത് നിങ്ങൾ അത് ഈസി ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, പല പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ കൂൾ ആയിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം ചിലത് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ചില ഇമോഷൻസ് ആക്ച്വലി വർക്ക് ആവുന്നില്ല വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. Group number 1, what is next in your life? Okay, so disconnecting. So ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ ഈവൻ നിങ്ങൾ ചില ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷൻ എവിടേക്കോ, നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ കൺട്രോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ സെപ്പറേറ്റഡ് ആവുന്നത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, സോ അതാണ് മേ ബി ലൈക്ക് ചില ആളുകൾക്ക്, അതുകൊണ്ടാണ് ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി വരാനുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഒരു സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ മേ ബി ഇത്ര കാലമായിട്ട് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ വരുന്ന സമയത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് നേരെ വരുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ ലൈക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് സെൻസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു മേ ബി നിങ്ങൾ എന്തെങ്കിലും ആനിമൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി ക്യാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമൽ, നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആനിമൽ. ഓൾറൈറ്റ്, മേ ബി ഈ ഒരു സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഈ ഒരു റീഡിംഗ് മേ ബി നിങ്ങൾക്ക് ഈ കേൾക്കുന്ന സമയത്ത് ഒരു അനദർ 3 months ടൈമിലേക്ക് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കാരണം ഈ ഒരു 3 months ടൈം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കേജിലാണ്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പല പ്ലേസിൽ നിന്നും ഡിസ്കണക്ട് ആയിട്ടുണ്ട്, പലതും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റഡ് ആയിട്ട് തോന്നും. ആക്ച്വലി യു നീഡ് ഇറ്റ്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ അല്ല. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മേ ബി ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ആക്ച്വലി ഇറങ്ങിത്തിരിക്കുകയാണ് ചില പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷൻ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ആക്ച്വലി ലൈക്ക് ഉള്ളോട്ട് വലിയുന്നത് നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾക്കത് അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ സിറ്റുവേഷൻസ് എന്താന്ന്, ആളുകൾ എന്താന്നൊക്കെ, അല്ലെങ്കിൽ ഇന്റൻഷൻസ് എന്താന്ന് മനസ്സിലാക്കാനും ആൻഡ് നമ്മളുടെ അവസരങ്ങൾ എന്താന്നുള്ളത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാന്ന് പറയല്ലോ. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു ടൈമാണ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് നിങ്ങൾ വരുന്നില്ല. ഓക്കെ, ഓർ മേ ബി ഇത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ ലൈക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വളരെ നിങ്ങളുടെ മാത്രമായിട്ട് ഒതുക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നില്ല. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു 3 months ടൈം, അല്ലെ 1-2 മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതുപോലെ സീക്രട്ട് ആയിട്ട് ചെയ്തിട്ട് നിങ്ങളത് ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് കഴിയുന്നതും ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഇത്ര സമയമായിട്ട് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ക്ഷീണം, ടയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വളരെ ഹോണ്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ആരൊക്കെയോ ഹോണ്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. ഓർ ഈവൻ ലൈക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കാം മേ ബി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചില കാര്യങ്ങൾ വളരെ ക്ലെവർ ആയിട്ട് നിങ്ങൾ ലൈഫിൽ അച്ചീവ് എടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ എന്തെങ്കിലും മേജർ 1 വിഷ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഒരു എനർജി. ഓക്കെ, സോ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും ഒരു മാറ്റം ഇല്ലാത്ത പോലെ ആയിരിക്കാം, എന്ത് ചെയ്താലും അനക്കില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ അനദർ 3 months ടൈം. ഓക്കെ, എക്സാക്ട് 3 months ടൈം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. സോ ലൈക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട്, നിങ്ങൾ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആൻഡ് മെയിൻ ആയിട്ട് അത് സീക്രറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, കാരണം ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നത് വരെ കഴിയുന്നതും ആളുകളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് കംപ്ലീഷനിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു
ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാനോ എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്തും ചില കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആവുന്നത്, ചില വിട്ടുവീഴ്ചകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലതൊന്നും നമ്മൾ പിറകോട്ട് വരുന്നത് നമ്മൾ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചില ആളുകൾ നിങ്ങൾ ആ ഒരു കോൺട്രാക്ട് എൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ അടിച്ചു പിരിഞ്ഞു പോവുക എന്നുള്ളതല്ല, നല്ല ഹെൽത്തി ആയിട്ട് ചില കാര്യങ്ങൾ രമ്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും, അങ്ങനെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആവുന്നുണ്ടായിരിക്കണം, ബട്ട് ഏതൊക്കെയോ രീതിയിൽ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് രണ്ടുപേർക്കും കൊടുക്കാനും സാധിക്കുന്നുണ്ട്. പല ഏരിയാസിൽ നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു 3 months ടൈം അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ ടൈം. നിങ്ങളുടെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കാർമിക് പാറ്റേണിന്റെ ഒരു ഇന്റൻസ് ഒക്കെ വളരെ കുറഞ്ഞ് ചില ആളുകൾ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഈ ഒരു 3 months ടൈമിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജോബ് ഒക്കെ നോക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻസിലേക്കൊക്കെ ഈ ഒരു സമയത്ത് വരുന്നത് നല്ലതാണ്. 3 months ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പ് നമ്പർ 1, വർക്ക് ഓൺ യുവർ സെൽഫ്. ഓക്കെ, ടിപ്പ് നമ്പർ 1, നിങ്ങൾ ആളുകളെ ഈ ഒരു സമയത്ത് ചേഞ്ച് ആക്കാൻ നിൽക്കരുത്, ആളുകളെ ചേസ് ചെയ്യരുത്. മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ആളുകൾ അവരായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ഫോർ യു. ഗ്രൂപ്പ് നമ്പർ 1, സോ മണ്ടത്തരം കാണിക്കാതിരിക്കുക റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഈ ഒരു 3 months ടൈം അല്ലെങ്കിൽ കുറച്ച് സമയത്ത് എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടാവുന്ന സമയത്ത്, എന്തെങ്കിലും ഈവൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ എന്ത് കാര്യം കൊണ്ടും ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അങ്ങനെ ആളുകൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, ലെറ്റ് ദം ഗോ, ബിക്കോസ് ദാറ്റ്സ് ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് സംഭവിക്കും. Okay, so that's group number 1. നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. Let's move to group number 2 now. Hey, group number 2, what is next in your life? And എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. Group number 2, educating. Group number 2. സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ട്രെയിൻ ചെയ്യുന്നത് പോലെ, സോ എന്തെങ്കിലും ഒരു ന്യൂ സ്കില്ല് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം, ലൈഫ് ലെസൺസ് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ചില സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളൊരു പുതിയ പ്ലേസിലേക്ക് വന്ന് അവിടുത്തെ കാര്യങ്ങളായിട്ട് കൂടുതൽ പഠിക്കുന്നതായിരിക്കണം, പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കണം, എസ്പെഷ്യലി നിങ്ങളൊരു പുതിയ വീട്ടിൽ വരുന്നതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ പ്ലേസിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നിങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ഏതെങ്കിലും പ്ലേസിലേക്ക്, ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കാം, മേ ബി ലാംഗ്വേജ് ഉള്ള പ്ലേസ് ആയിരിക്കാം, ഡിഫറെന്റ് കൾച്ചറുള്ള പ്ലേസിലേക്ക് ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ അങ്ങനെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾ ആക്ച്വലി ലൈഫിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് സ്റ്റേജിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹയർ സ്റ്റഡീസ് ഓർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. ഓക്കെ, ഓർ ചില കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങളും ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മേ ബി പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, what is next in your life? What major changes are coming for you? Group number 2. Group number 2, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ചേഞ്ചസ്, ലെസൺസ്? What is next in your life? Group number 2. Group number 2, okay.
സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അഗൈൻ നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം, സ്നേഹത്തിലായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓർ ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് മേ ബി സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, സ്നേഹം വാങ്ങിക്കുക, കൊടുക്കുക, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ ചില കാര്യങ്ങള്, അല്ലെങ്കിൽ ഒരു ഇന്റിമസി ആയിരിക്കാം. ഓക്കെ, സോ സ്നേഹത്തോട് കൂടിയിട്ട് അത് ഈവൻ നമ്മുടെ പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്കത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനോ വാങ്ങാനോ കൊടുക്കാനോ ഒക്കെ പറ്റാത്തൊരു ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹാബിറ്റ്, അങ്ങനത്തെ ചില എസ്പെഷ്യലി നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ, നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കുക, മേ ബി ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആയിരിക്കാം, ഓർ നിങ്ങളായിട്ട് വരുത്തുന്ന കാര്യങ്ങളായിരിക്കാം. കാരണം ചില കാര്യത്തിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പോരായ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ സ്നേഹം നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്നേഹം? മേ ബി ഇത്ര കാലമായിട്ട് നിങ്ങൾ സ്നേഹമാണെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ആ ഒരു ട്രൂ ലവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയോ ഒരു കാര്യങ്ങള് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചില കാര്യത്തിനോട് നമ്മൾ ഫോക്കസ്ഡ് ആവുന്ന സമയത്താണ് നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി ലൈഫിലേക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്നേഹിക്കപ്പെടുന്ന എന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഓർ സ്നേഹത്തെ പറ്റിയുള്ള ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മേജർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ആ ഒരു ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ലവ് കൂടുതലുള്ളതുകൊണ്ടാണ്. ഓക്കെ, വരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പലതും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വില്ലിംഗ് ആവുന്നുണ്ട് പല കാര്യത്തിലേക്കും. ആൻഡ് ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷണൽ പാർട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ പോവാണ്. കാരണം നിങ്ങൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്നേഹമൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, വീട്ടുകാരോടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ സ്നേഹം സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്കത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ര നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷന് എവിടെ പോയി സ്നേഹം, അല്ലെങ്കിൽ ഇതാണോ സ്നേഹം എന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി എന്തെങ്കിലും ഒരു പുതിയ ഫീലിങ്സ്. ഓക്കെ, എക്സ്ട്രീംലി ന്യൂ എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് ഇന്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇമോഷണലി അത്ര ഡീപ്പായിട്ട് ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇന്റിമസി മെയിൻ ആയിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ അത് ആദ്യമായിട്ടായിരിക്കാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഓർ മേ ബി നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത്, എക്സാക്ട്ലി എങ്ങനത്തെ സ്നേഹമാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എത്ര കാലം സെർച്ച് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു പേഴ്സൺ, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ആൻഡ് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ അത്ര ഇഷ്ടപ്പെട്ട ഒരു ജോബ് ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങൾ ഇത്ര കാര്യമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് അത് ഒരു ജോബിലേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതും ആയിരിക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് ഒരു ജോബിലേക്കൊക്കെ നിങ്ങൾ വരുന്നതായിരിക്കാം. സോ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ,
ഒരു ഫ്രഷ് ബിഗിനിങ് ഓർ ഇത് പല ആളുകൾക്കും ഇത് ഇത്ര കാലമായിട്ട് നിങ്ങൾ പോവാത്ത ചില ജേർണിയാണ്. ഓക്കെ, നിങ്ങൾ യാത്ര ചെയ്യാത്ത പുതിയ സിറ്റുവേഷൻ ആണ്, പുതിയ പ്ലേസ് ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്ര കാലമായിട്ട് എന്താണോ അന്വേഷിച്ചുകൊണ്ട് നടന്നത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒട്ടും നിങ്ങൾ സ്നേഹിക്കാത്ത ആളുകള്, മേ ബി ജോലിക്കൊന്നും പോവാത്ത ആളുകളോ ഒന്നും ചെയ്യാത്ത ആളുകൾ എന്നുള്ളതല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ വരുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ പെർട്ടിക്കുലർലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഓർ മേ ബി നിങ്ങളുടെ സോൾ അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെരി സൂൺ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ഒരു ഫ്ലോ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ട്രിപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആക്ച്വലി ചില പുതിയ എക്സ്പീരിയൻസ് വേണം, പുതിയ ഐഡിയാസ് ആക്ച്വലി വേണം. ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒന്ന് പുറത്തേക്ക്, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന്, നിങ്ങളുടെ ചില കൂട്ടുന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര കാലം എവിടെയാണോ നിന്നിട്ടുള്ളത് അതായിരുന്നു നിങ്ങളുടെ ലോകം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ആക്ച്വലി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചിന്തിക്കാനുള്ള പുതിയ എക്സ്പീരിയൻസ്, അത് മേ ബി നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ ലൈക്ക് സഡൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന ഇഷ്ടങ്ങളായിരിക്കാം, സഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പാഷൻ ആയിരിക്കാം. ഓക്കെ, സോ മേ ബി അത് എക്സാക്ട്ലി നിങ്ങൾ അത് തന്നെ ആയിരിക്കണം എന്നല്ലേ ചെയ്യാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾക്കൊരു ഡോർ ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇത്ര കാലമായിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സ്നേഹം, ഇന്റിമസി, കരിയർ ഗ്രോത്ത്. ഓക്കെ, സോ കരിയർ ഗ്രോത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത്രയൊരു കണക്ട് ആയിട്ട് തോന്നുന്ന ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അഗൈൻ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഇറ്റ്സ് നോട്ട് യു, മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സോൾ ഇത്ര കാലമായിട്ട് അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പാറ്റേണിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ചില കാര്യത്തിന്റെ ഒരു വേർത്ത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പല ഏരിയാസിലും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല ഡീപ്പായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളായിട്ട് ചേസ് ചെയ്തിട്ടോ കണ്ടുപിടിച്ചിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. കാരണം ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ലൈഫിൽ വേണം. ലൈഫിനോട് ഇഷ്ടം തോന്നുന്ന, നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ഓക്കെ, അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, പക്ഷേ ഒരു സ്നേഹം എന്താണ്, ഒരു ഇമോഷണൽ കണക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ കൂടുതൽ ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഉണ്ടായിരിക്കണം, പക്ഷേ അതല്ല നിങ്ങൾക്ക് വേണ്ടത്. മേ ബി നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പ്ലേസിൽ തന്നെ കുറെ കാലമായിട്ട് നിന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ അവിടെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. ആൻഡ് ഫ്രം ദെയർ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് തോന്നാൻ, ലൈഫിനോട്, ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്രേവ് തോന്നാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അഗൈൻ ഇറ്റ്സ് സ്പിരിച്വൽ ആവുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങൾ കോൺഷ്യസ്ലി ആയിരിക്കണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ സോൾ ഒരുപാട് ക്രേവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, സോൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് സോൾ പേർപ്പസ്, അതിന്റെ ഒരു മേറ്റിനെ കാണുക എന്നുള്ളതായിരിക്കാം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സോൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ പേഴ്സണെയോ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. കാരണം നിങ്ങളുടെ സോൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഫിസിക്കലി ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സോൾ എവിടേക്കോ യാത്ര ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഈവൻ ലൈക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നിങ്ങളുടെ സോളിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പുതിയ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വരും എന്നുള്ളതല്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആക്ഷന്റെ ഭാഗമാകുന്നുണ്ട്, നിങ്ങളത് മെയിൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, സോ ചില ആളുകൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നത് റിലേഷൻഷിപ്പ് മാരേജ് സിറ്റുവേഷനിലാണ്. മാരീഡ് ആവുന്നതായിരിക്കാം. ഓക്കെ, ഹയർ സ്റ്റഡീസ്, പുതിയ കാര്യത്തിലേക്ക് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചില പ്ലേസിൽ ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾ ആക്ച്വലി ജീവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു വൈഫ് ആയിട്ടായിരിക്കാം, നല്ലൊരു ഹസ്ബൻഡ് ആയിട്ടായിരിക്കാം, നല്ലൊരു ലവർ ആയിട്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫെമിനൻ എനർജിക്ക് ഒരുപാട് എവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത്ര കാലമായിട്ടുള്ള നിങ്ങൾ ചില സിറ്റുവേഷന്, അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾ ആക്ച്വലി പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് മേ ബി നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മേ ബി ലൈക്ക് ആളുകൾ മനഃപൂർവ്വം നിങ്ങൾ ചെയ്യാ എന്നുള്ളതല്ല, അവരുടെ ബിലീഫും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അവസരമാണ്. ഓക്കെ, ബിക്കോസ് യു നീഡ് ഇറ്റ്. ഓക്കെ, ഇതുപോലത്തെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ, ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ, ഫസ്റ്റ് ടൈം ആയിരിക്കാം നിങ്ങൾ ചില വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു നല്ലൊരു ലവർ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ ആയിട്ടൊക്കെ ഒരാളുടെ ലൈഫിൽ നല്ലൊരു പാർട്ട്ണറൊക്കെ ആയിട്ട് ആ ഒരു റെസ്പോൺസിബിൾ ഫീലിങ്സ്, ആ ഒരു ലവ് കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ്, നിങ്ങളുടെ മേലെ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓർ മേ ബി നിങ്ങൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ പണ്ടെങ്ങാനോ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ബെറ്റർ ആയിട്ട് കെയർ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാണ്. Okay, group number 2. Let's take a few more message. What is next in your life? Alright. So group number 2, it's again a confirmation. നിങ്ങൾക്ക് completely new experience എന്നുള്ളതല്ല. Okay. So നിങ്ങളുടെ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള അവസരം ആണ് ആക്ച്വലി മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇത്ര കാലം നിങ്ങൾക്ക് കിട്ടിയതല്ല നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചിലതൊക്കെ പുറത്തേക്ക് വരാനും, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാനും സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ സെൽഫ് കെയർ ചെയ്യാം, കാരണം നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടെ വില്ലിംഗ് ആവാം. ഓക്കെ, പുതിയ കാര്യത്തിലേക്ക് വരാനും, കാര്യങ്ങൾ പഠിക്കാനും, നിങ്ങൾ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ വില്ലിംഗ് ആയിട്ട് വരാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഓർഗാനിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ കുറച്ചുകൂടെ സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക്, നിങ്ങൾ നേച്ചർ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ, മേ ബി മൗണ്ടൈൻ ഏരിയാസ് ആയിരിക്കാം, കുറച്ചുകൂടെ ഒരു ഗ്രീൻ ആയിട്ടുള്ള പ്ലേസിലേക്ക് ആയിരിക്കാം. ഓക്കെ, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള പ്ലേസിലേക്ക് ആയിരിക്കാം, മേ ബി എന്തെങ്കിലും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, ആശ്രം അല്ലെങ്കിൽ സ്പെഷ്യലി എന്തെങ്കിലും മൗണ്ടൈൻ ട്രെക്കിംഗ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വില്ലേജ് ഏരിയാസിലൊക്കെ നിങ്ങൾ മേ ബി പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ സോൾ എന്നോ മനസ്സിൽ നട്ടിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ഈ ഒരു സമയം വരാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ അതിന്റെ ഒരു ഗ്രോത്ത് മനസ്സിലാവുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമ്മളുടെ മനസ്സിൽ നട്ടിട്ടുള്ള ചില ആഗ്രഹങ്ങളൊക്കെ മുളച്ചു വരിക എന്ന് പറയല്ലോ, എന്നൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. പല ഏരിയാസിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഇന്റൻഷനലി നിങ്ങൾ ഒന്നും ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഈവൻ ആഗ്രഹിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും മനഃപൂർവ്വം നിങ്ങൾ ഒന്നും കണ്ടിട്ടോ ഒന്നും തോന്നിയിട്ടോ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ചില കാര്യത്തിനോട്. അത് ഈവൻ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും അതിനു മുൻപ് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം, ഈ ഒരു കാര്യം എന്റെ ലൈഫിൽ ഉണ്ടാവണം എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സോൾ ഉണ്ടായിട്ടുള്ള ചില ആഗ്രഹങ്ങള്, സോളിന്റെ ചില ഇന്റൻഷൻസ്, അതൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, അത് എക്സ്പീരിയൻസ് ചെയ്യുക. കണക്ട് ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. സോ എൻജോയ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ.
Hello, group number 3. What is next in your life? What major changes are coming into your life? Group number 3 എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. പേഴ്സണാലിറ്റി ചേഞ്ച് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി, സെൽഫായിട്ട് ഒരുപാട് ചേഞ്ചസ്, എസ്പെഷ്യലി ദ വേ യു ലുക്ക് ലൈക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്റ്റൈൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ ഓൾറെഡി വരുത്തുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം, ഓർ വെരി സൂൺ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ കുറച്ചു കാലം മുൻപ് എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിരിക്കണം എന്നില്ല, മേ ബി കപ്പിൾ ഓഫ് മന്ത്സ് കഴിയുന്ന സമയത്ത്. ഓക്കെ, സോ അതുപോലത്തെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റൻഷനലി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനത്തെ ഈവൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ സംസാര രീതിയിൽ, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഡെഫിനറ്റ്ലി. അതുപോലത്തെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. അതിലേക്ക് കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലൈഫ് ഹാബിറ്റ് ഒക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറെ കാലമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മെന്റൽ പവർ, നിങ്ങൾ ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മളൊരു പുതിയ ഹാബിറ്റ് കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടൊരു സ്ട്രഗിൾ ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെ? നമ്മളൊരു പഴയൊരു സിറ്റുവേഷൻ, പഴയൊരു ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഡെയിലി റൊട്ടീൻ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് സ്ലോലി നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, മേ ബി ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കണം. എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, സെൽഫ് കെയർ അങ്ങനത്തെ കാര്യങ്ങളെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം. നിങ്ങൾ പ്രാക്ടിക്കലി ആണ് ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില മെമ്മറീസ് ഒക്കെ വലിയ സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾക്ക് സ്റ്റക്ക് ആയിട്ട് പോയിട്ടുള്ള സിറ്റുവേഷൻ, പാസ്റ്റിൽ തന്നെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ച്വലി അതൊന്ന് നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് വരാൻ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹാബിറ്റിലും മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ആക്ച്വലി നിങ്ങൾ വരുത്തുന്നുണ്ട്. സോ ഒരു ഇനീഷ്യലി ഉള്ള ഒരു സ്ട്രഗിൾ ഒക്കെ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറെഡി ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് മനസ്സിലാക്കാൻ നിങ്ങൾ അതിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്ട്രഗിൾ ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, മേ ബി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നതോ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ സ്കൂൾ മാറിയിട്ടുണ്ടായിരിക്കണം, കോളേജ് മാറിയിട്ടുണ്ടായിരിക്കണം, വർക്ക് പ്ലേസ് മാറിയിട്ടുണ്ടായിരിക്കണം, എൻവയോൺമെന്റ് മാറിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, മേ ബി, ഓർ നിങ്ങൾ നാച്ചുറലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി റൈറ്റ് പാസിലാണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഈ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നാച്ചുറലി കണക്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതുതായിട്ട് ഇതുപോലെ മീറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഒരു ഐഡന്റിറ്റി ആണോ പേഴ്സണാലിറ്റി ആണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലത്തെ വ്യക്തിത്വങ്ങളായിരിക്കാം നിങ്ങൾ മേ ബി കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾ. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ചസ് ആക്ച്വലി സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, സോ ചില ആളുകൾ ഐ ക്യാൻ സീ ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ എന്തോ ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് MNC ഒക്കെ പോലെ, ഓർ
ഓർ മേ ബി ലൈക്ക് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, വർക്ക് പ്ലേസിൽ എവിടെയാണോ നിൽക്കുന്നത്, അവിടുന്ന് ലൈക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കാം, ഓർ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി. ഓക്കെ, നിങ്ങളുടെ ഒരു സർക്കംസ്റ്റാൻസസ് ആക്ച്വലി ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങളൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് വിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു കാഴ്ചകളൊക്കെ കാണുന്ന, നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു തരുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക, ഒരു മാറ്റത്തിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ ചില സിറ്റുവേഷൻ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ വീട്ടിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്, ഒരു ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഹോം ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. ഈവൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇത്ര കാലമായിട്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ, മേ ബി ചില ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കണം. കാരണം ചില ആളുകൾ ഓൾറെഡി ഈ ഒരു പ്രോസസ്സിലാണ് ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫാമിലിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കായിരിക്കും നല്ല ഹൈ വിഷൻസ് ഉണ്ടായിരിക്കുക, ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, മേ ബി നിങ്ങൾ വഴിയായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ആളുകൾ പല കാര്യങ്ങളും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുക, സേവിങ്സിലേക്ക് വരുന്നുണ്ടായിരിക്കുക, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കുക, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഗ്രോത്ത്. ഓക്കെ, പൊസിഷൻ പഠിക്കുന്നുണ്ടായിരിക്കാം. ഈവൻ ലൈക്ക് അതൊരു അക്കാഡമിക് വൈസ് അല്ലാന്നുണ്ടെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മേ ബി നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുണ്ടാവുക. ഓൾറൈറ്റ്, കാരണം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഫ്രം യുവർ ഫാമിലി, ആക്ച്വലി ഔട്ട്സൈഡിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട് മറ്റുള്ള ആളുകളെ കാണുന്ന സമയത്ത്. മേ ബി ലൈക്ക് നിങ്ങൾ മീഡിയ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില മീഡിയയിൽ കൂടെ കാണുന്ന ചില ആളുകളുടെ സക്സസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ സംസാര രീതി. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താവണം എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്യണത്, അത് ഡെഫിനറ്റ്ലി നിങ്ങളായിരിക്കും, എസ്പെഷ്യലി നിങ്ങളുടെ സംസാരം. ഓക്കെ, കാരണം നിങ്ങളുടെ സംസാരത്തിലൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് ആണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ മേ ബി ചില ആളുകൾ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി അല്ല കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട് ഫോർ യുവർ സെൽഫ് ഗ്രോത്ത്. ഓക്കെ, ഓർ മേ ബി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ടോ നിങ്ങൾ വേറെ പ്ലേസിലേക്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് മാറ്റം വേണം, നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കാരണം നിങ്ങളുടെ കൂടുതലുള്ള ആളുകളായിരുന്നു നിങ്ങളുടെ ഒരു മേജർ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. അത് ഈവൻ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ഫാമിലിയുടെ ബിലീഫ് ആയിരിക്കാം. ആരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ നന്നാവാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതല്ല. അവരങ്ങനത്തെ ഒരു ലൈഫ് കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് അത്ര ഒരു സ്പിരിച്വൽ നോളജിലേക്ക് അവർ വന്നിട്ടുണ്ടാവില്ല. ഈവൻ അത് നിങ്ങളുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, വെരി കെയർഫുൾ ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളുടെ എൻവയോൺമെന്റ്, നിങ്ങളുടെ കൂടെയുള്ള ആളുകള് നിങ്ങളെക്കാളും ലോ എസ്റ്റീം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കാളും വലിയ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ സർക്കിൾ. ആക്ച്വലി അവിടെയൊക്കെ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോയി ഇരിക്കുന്ന സമയത്തും അങ്ങനത്തെ ഒരു ആളുകളുടെ കൂടെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആക്ച്വലി അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ആക്ച്വലി പ്രോബ്ലം ആവുന്നുണ്ട് ആളുകളുടെ സംസാരം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ സംസാരം നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ചില പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ചേഞ്ച് ആക്കുന്ന സമയത്ത് മേ ബി ആളുകൾ പറയായിരിക്കും ഓക്കെ നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങൾ കളിയാക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ആക്ച്വലി ഇത്ര കാലമായിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നുണ്ടായിരിക്കണം മറ്റുള്ള ആളുകളുടെ ബിലീഫ്, ആളുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളെ ഇന്റൻഷനലി അങ്ങനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നതും ആയിരിക്കണമെന്നില്ല. ഓക്കെ, അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ളത്. സോ നിങ്ങളുടെ എന്തൊക്കെയോ ഒരു പാറ്റേൺ നിങ്ങൾ ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങളൊരു ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ലെറ്റ്സ് സേ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് മേജർ ചേഞ്ചസ് ആർ ഹാപ്പനിങ്. ഗ്രൂപ്പ് നമ്പർ 3 ഈ ഒരു സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലാക്നെസ് ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്.
ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. ചില ആളുകളുടെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ആണ്. സോ ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വളരെ വലിയ രീതിയിൽ ഇമോഷണലി സെന്റിമെന്റൽ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളൊന്ന് മാറുന്ന സമയത്ത് സെന്റിമെന്റൽ ആയിട്ട് പ്ലേ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ സംസാരം മാറുന്ന സമയത്ത് അത് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണോ, ഒരു ചലഞ്ച് എന്താണോ, ജസ്റ്റ് ഫേസ് ഇറ്റ്. ഓക്കെ, കാരണം ഈവൻ ലൈക്ക് ചില ആളുകൾ ഒരു ലൈഫ് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം. ഓക്കെ, സോ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളൊരു പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഏർണിങ്സ് ഒരു 10K ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു 1 lakhലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ച്, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസും ഫൈനാൻഷ്യലി ഉണ്ടാവുന്ന ഒരു ചേഞ്ചസും നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ടീം വർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നുണ്ട്. അഗൈൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി, എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫോർ യുവർ ഹയർ സെൽഫ്. എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫോർ യുവർ ഹയർ ഗുഡ്. ഓക്കെ, സോ ഒരു നല്ല രീതിയിലുള്ളൊരു കോർഡിനേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ സിംഗിൾ ആയിട്ട് നിൽക്കാനുള്ള ഒരു കരേജ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത്ര സന്തോഷം ഇല്ലാത്ത കാര്യത്തിൽ പോലും നിൽക്കാനുള്ള സാധ്യത ഉണ്ടാവും ചില ആളുകൾ, അല്ലെ? ഇനി അതും ഇല്ലാതുണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ചില പ്ലേസിൽ ചില കരേജ് എടുക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ, ഒറ്റയ്ക്ക് നടന്നു പോകാൻ, ഒറ്റയ്ക്ക് ശ്രമിക്കാനുള്ള ഒരു കരേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ ഒന്നും ശ്രമിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാത്ത രീതിയിലായിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, ഒറ്റയ്ക്ക് ആക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ബട്ട് ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, പുതിയ ആളുകൾ അല്ലെങ്കിൽ അത്ര ഒരു ഇൻസൈറ്റ് തരുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ നാച്ചുറലി, ഈവൻ നിങ്ങളൊരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയാസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്ച്വലി കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നത് അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളെ, സിറ്റുവേഷൻ, അതുപോലത്തെ ആളുകളുടെ ലൈഫ് സ്റ്റോറീസ് ആയിരിക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3, again like നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദ വേ യു ലുക്ക് ലൈക്ക്. ഓക്കെ, സോ ചില ആളുകൾ മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റിലേക്ക് വരുന്നതായിരിക്കാം. ലൈക്ക് നിങ്ങളൊരു പാരന്റ് ആവുന്നതായിരിക്കാം, അമ്മ, അച്ഛൻ. ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഒരു ബർത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്ത് കാര്യത്തിലേക്കാണോ നിങ്ങൾ നെക്സ്റ്റ് വരുന്നത് അതിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് യു വിൽ ബി ദ ബെസ്റ്റ് പാർട്ട്ണർ. ഓക്കെ, ഈവൻ അത് വർക്ക് പ്ലേസിലേക്ക് വരുന്ന സമയത്തും ജോബിലേക്ക് വരുന്ന സമയത്തും. കാരണം നിങ്ങൾ ആക്ച്വലി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ചിലത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് സീ ഹൗ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ യു ആർ. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നന്നായിട്ട് സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ലീഡർഷിപ്പ് or law related ആയിട്ടുള്ള കാര്യം, ഫാഷൻ ഡിസൈനിങ്. ഓക്കെ, സോ അതിന്റെ ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ ഒരു കറേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് അത്ര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടാവും സംസാരിക്കാൻ. നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ വന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം, ആ ഒരു സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നല്ല നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിലേക്ക് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഒന്നുമില്ലാത്തൊരു പ്ലേസ് എന്നായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള പ്ലേസ് എന്നായിരിക്കാം, നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയൊരു എയിം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ഡ്രീം. സോ അതായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ജനിച്ചു വളർന്നിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ഒരു പ്ലേസ് നിന്ന് അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ചേഞ്ച് ആണ്.
ഓക്കെ. സോ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സി ഇറ്റ്സ് എഗൈൻ എ കൺഫർമേഷൻ, നിങ്ങൾക്കൊരു പവർ ലൈഫ് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ലൈഫിലൊരു ലീഡർ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും സിവിൽ സർവീസ് പോലത്തെ എക്സാംസിലൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വളരെ റെയർ ആയിട്ട് ആളുകൾ നോക്കുന്ന എന്തെങ്കിലും ജോബ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില ആളുകൾ നിങ്ങൾ ഒരു ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ നിന്നിട്ടുള്ളത്, നിങ്ങളുടെ ബിലീഫ്, നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ റിലീജിയൻസിന്റെ ഒരു കോൺസെപ്റ്റ്, അതിനൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഡിഫറെന്റ് ആണ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലീജിയൻ ആയിരിക്കാം, നിങ്ങളുടെ കൾച്ചർ ആയിരിക്കാം, നിങ്ങൾ അതിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ എന്ന് മാത്രമല്ല, അങ്ങനത്തെ ആക്ഷൻസ് എടുത്ത് ലൈഫിൽ ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്ന ആളുകളാണ്. ഓക്കെ. സോ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങളൊന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് മറ്റുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ടിപ്പ് നമ്പർ 3. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, ചില സാക്രിഫൈസ് ഉണ്ടാവണം. ആൻഡ് നിങ്ങൾക്ക് ഒരു സാക്രിഫൈസ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കാലം നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ, എസ്പെഷ്യലി പേഴ്സണാലിറ്റി ചേഞ്ചസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരിക. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അമേസിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഗ്രോത്ത് തരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ വർക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ഒരു കരിയർ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് അത് ഹെൽപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ അത്ര ഒരു ഇൻസൈറ്റ് തരുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഡിഫറെന്റ് ആയിട്ടുള്ള പാസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്, ചിലതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഇൻസൈറ്റ്, നിങ്ങൾക്ക് വേണ്ട ഒരു വഴി, പാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ചിലത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. കാരണം പല സിറ്റുവേഷൻ ഒരു ഓപ്പോസിഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ചില സമയത്ത് ഒരു ഒറ്റപ്പെടലായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കണം, ചില സമയത്ത് സങ്കടം ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ ഒരു ഇമോഷൻസിനെക്കാളൊക്കെ കൂടുതൽ കണക്ട് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ. സോ അതാണ് ടിപ്പ് നമ്പർ 3, നിങ്ങൾക്കുള്ള മെസ്സേജ് ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക.